എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ വചന ധ്യാനത്തിനായി യോശുവയുടെ പുസ്തകം 24 അധ്യായം അതിൻ്റെ 15 വാക്യത്തിൻ്റെ അവസാന ഭാഗം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നമുക്ക് വളരെ സുപരിചിതമായൊരു വേദഭാഗമാണിത്. യോശുവ എല്ലാ ഇസ്രായേൽ ജനത്തിൻ്റെയും മുമ്പിൽ വെച്ച് യഹോവയായ ദൈവത്തെ സാക്ഷീകരിക്കുന്ന ഒരു വചനമാണ്. ദീർഘകാലത്തെ മിസ്രൈമിലെ വാസം, 430 വർഷത്തെ വലിയ ഒരു അടിമ കാലഘട്ടത്തിന് ശേഷം മോശ മുഖാന്തരം ദൈവം വിടുവിച്ച് കൊണ്ടുവന്ന് മരുഭൂയാത്രയിൽ എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ദൈവം അത്ഭുതകരമായി വിടുവിച്ച് കൊണ്ടുവരുന്ന വഴിയിൽ മോശയിൽ നിന്ന് മാറി ആ നിയോഗം യോശുവയിലേക്ക് എത്തുകയും യോശുവ മുഖാന്തരം ഇസ്രായേൽ ജനം കനാൻ എന്ന വാഗ്ദത്ത ദേശത്തെത്തുകയും അവിടെ 12 ഗോത്രങ്ങൾക്കും ദേശത്തെ വിഭാഗിച്ച് യോശുവ നൽകുകയും ചെയ്തു. അതിനുശേഷം താൻ വയസ്സു ചെന്ന് വൃദ്ധനായ ആ കാലഘട്ടത്തിൽ യോശുവ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളെയും ശേഖേമിൽ വിളിച്ചുകൂട്ടി ഇസ്രായേലിലെ മൂപ്പന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണിമാരെയും വിളിച്ച് അവർ വന്നപ്പോൾ ദൈവം കഴിഞ്ഞ നാളുകളിൽ അവരോട് ചെയ്ത സകല നന്മകളെക്കുറിച്ച് വിവരിക്കുകയും ദൈവം ഇന്ന് ആക്കി വെച്ച നന്മകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം യോശുവ പറയുന്ന വചനങ്ങളാണിത്. യോശുവ ഇവിടെ പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. 24 അധ്യായം 14 വാക്യം, നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പിൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രൈമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. യോശുവ 2 പ്രശ്നങ്ങളെ മുന്നിൽ എടുത്തു വെക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ പോകുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈം ദേശത്ത് നദിക്കക്കരെ വെച്ച് ആരാധിച്ചിരുന്ന ദേവന്മാരുടെ പിന്നാലെ നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ താമസിക്കുന്ന ജാതികളായ അമോര്യരുടെ ദേവന്മാരെയും ആരാധിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുത്തോണം, ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തെ ആരാധിക്കുമോ, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ പിതാക്കന്മാർ ആരാധിച്ച ദേവന്മാരുടെയോ ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന ജനത്തിൻ്റെ നടുവിൽ അവർ ആരാധിക്കുന്ന ദേവന്മാരെയോ തിരഞ്ഞെടുക്കും. ആരെ തിരഞ്ഞെടുക്കും? യോശുവ പറയുവാണ്, നിങ്ങൾ അങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ട്. ഉള്ളപ്പോൾ എൻ്റെ നിലപാട് ഞാൻ വിളിച്ചു പറയുന്നു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത് യോശുവയുടെ കാലഘട്ടത്തിൽ യോശുവ പറഞ്ഞ ഒരു വചനമായി മാത്രം ചിന്തിക്കാതെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ആത്മീക നിലവാരം എപ്രകാരമുള്ളതാണെന്ന് സ്വയം പരിശോധിക്കേണ്ടതിന് വേണ്ടി ഈ വചനത്തെ നമുക്കെടുത്ത് ധ്യാനിക്കാം. കഴിഞ്ഞ നാളുകളിൽ പിതാക്കന്മാർ ആരാധിച്ച രീതികൾ, പിതാക്കന്മാർ പിൻപറ്റിയ രീതികൾ വിട്ട് പലരും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ വന്ന് ദൈവത്തെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ദൈവസന്നിധിയിലേക്ക് വരികയും ചെയ്തിട്ട് പലരും പിന്മാറിപ്പോയ അനുഭവങ്ങൾ ഇന്നും ധാരാളമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, പിതാക്കന്മാർ പിൻപറ്റിയ പാരമ്പര്യത്തെ വെച്ചുകൊണ്ടാണോ നീ യഹോവയെ സേവിക്കുന്നു എന്ന് പറഞ്ഞു പോകുന്നത്? അല്ലെങ്കിൽ യഹോവയെ സേവിക്കുന്നു എന്ന് പറഞ്ഞ് നീ ജീവിക്കുകയും നിന്റെ ചുറ്റുമുള്ള ജാതികളിൽ നിന്നുള്ള വിശ്വാസങ്ങളെയും ഒക്കെ എടുത്തുകൊണ്ടാണോ നിന്റെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകുന്നത്? ഇന്നൊരു പുനഃചിന്ത, വീണ്ടും ഒരു വേർതിരിവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ യഹോവയെ സേവിക്കുകയാണെങ്കിൽ പരമാർത്ഥതയോടുകൂടി ദൈവം പറയുന്ന നിലവാരങ്ങളിൽ ദൈവം പറഞ്ഞു വെക്കുന്ന പ്രമാണങ്ങളിൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കണം, ദൈവത്തെ സേവിക്കണം. ഈ ഒരു കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കർത്താവ് തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, പുത്രൻ്റെ വരവിങ്കൽ
പുത്രൻ വരുന്ന ആ കാലഘട്ടത്തിൽ വിശ്വാസം കണ്ടെത്താനാകുമോ എന്നൊരു ചോദ്യം യേശു കർത്താവ് ചോദിച്ചു വെക്കുന്നുണ്ട്. പലരും തങ്ങളുടെ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുപേക്ഷിച്ച് ഇതൊക്കെ വെറും കെട്ടുകഥകളാണ്, ഇതൊക്കെ വെറും തോന്നലുകളാണ്, ഇങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് അനേക വിശ്വാസികൾ, വിശ്വാസ സഹോദരങ്ങൾ, ആമേൻ, പാസ്റ്റർമാരുടെ, ഉപദേശിമാരുടെ, അച്ഛന്മാരുടെ മക്കൾ ഒക്കെ വഴിതെറ്റിപ്പോകുന്നൊരു കാലഘട്ടത്തിൽ നിൻ്റെ നിലപാടെന്താണെന്ന് ഇന്ന് വിളിച്ചു പറയേണ്ട സമയമാണ്. അന്ത്യകാലഘട്ടത്തിൻ്റെ കാഹളം ധ്വനിക്കുന്ന ഈ കാലഘട്ടത്തിൽ ന്യൂസ് പേപ്പറുകൾ ദൈവവചനം എഴുതി വെച്ച കാര്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഈ സമയത്തിൽ നീ ആരെ സേവിക്കും എന്ന്, നീ ആരുടെ പക്ഷം നിൽക്കുന്നു എന്ന് വിളിച്ചു പറയേണ്ട സമയം. യോശുവ പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് വഴി വേണേലും പൊക്കൊള്ളൂ, നിങ്ങൾ ആരെ വേണേലും സേവിച്ചുകൊള്ളൂ, ഏതൊക്കെ വിശ്വാസ മാർഗങ്ങളിലേക്ക് വേണമെങ്കിലും പോയിക്കൊള്ളൂ, പക്ഷെ ഞാനും എൻ്റെ കുടുംബവുമോ, എൻ്റെ നിലപാട് ഞാൻ വിളിച്ചു പറയാം. ഞാനും എൻ്റെ കുടുംബവും, ആമേൻ, ഈ ഭൂമിയെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച വാക്കിനാൽ ഉളവാക്കിയവനായി എന്നെ കഴിഞ്ഞ നാളുകളിലും ഇന്നും സമൃദ്ധിയോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും നടത്തുന്ന യഹോവയെ, ദൈവത്തെ സേവിക്കും. ആമേൻ. സേവിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ ട്രാൻസ്ലേഷൻ, അതിൻ്റെ ഹീബ്രു വേർഡിൻ്റെ ഒറിജിൻ എടുത്ത് പഠിക്കുമ്പോൾ സെർവ് ചെയ്യുക എന്നുള്ള വാക്ക് തന്നെയാണ്. സെർവ് ചെയ്യുക, സെർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേല എന്ന ഒരു അർത്ഥമുണ്ട്. നീ സേവിക്കും എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ വേല നീ ചെയ്യുന്നുണ്ടോ? നീ അറിഞ്ഞ സത്യത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ടോ? ഇന്ന് സ്വയമേ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. മറ്റുള്ളവരെ കാണിക്കേണ്ടതിനൊരു കപട വിശ്വാസിയുടെ ജീവിതമാണോ ഞാൻ മുന്നോട്ട് നയിക്കുന്നത്? അല്ലെങ്കിൽ വചനം പറയുന്ന നിലകളിൽ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണോ എൻ്റെ ആത്മീക ജീവിതം മുന്നോട്ട് പോകുന്നത്? നിങ്ങളെന്ത് വേണേലും തിരഞ്ഞെടുത്തുകൊള്ളുവിൻ, പക്ഷെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ജനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന വ്യക്തികൾ കർത്താവെ, തങ്ങളുടെ തന്നെ വിശ്വാസ ജീവിതത്തെ ഒന്ന് പരിശോധിക്കത്തക്ക നിലയിൽ ഈ വചനം സ്വർഗം അവരോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിശ്വാസത്തെ ഒന്ന് വീണ്ടും പരിശോധിക്കാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്ന എന്തെങ്കിലും നിലവാരം തൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് സ്വയം പരിശോധിക്കാൻ, മറ്റുള്ളവരുടെ മുന്നിൽ ദൈവത്തെ സാക്ഷീകരിപ്പാൻ, ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ഓരോ വ്യക്തികളെയും സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എനിക്ക് ഈ കുടുംബം തന്നത് എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് ഞങ്ങൾ യഹോവയെ കുടുംബമായി സേവിക്കുമെന്നുള്ള വലിയൊരു പ്രഖ്യാപനത്തിൽ ഇന്ന് പകൽക്കാലം മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.